മനുഷ്യൻ്റെ യഥാർത്ഥ സുഹൃത്താരാണ്? ഏതാണ്ട് 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ ഇതിനുള്ള ഉത്തരം നൽകിയിരിക്കുന്നത് പണമെന്നാണ്. ഈ ഉത്തരം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള കാര്യകാരണ സഹിതമുള്ള വാദഗതികളും വിശദീകരണങ്ങളും ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വാദഗതികൾ ഇങ്ങനെ പോകുന്നു. പണമെല്ലാം നഷ്ടപ്പെട്ട ഒരുവന് മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം കാണേണ്ടി വരുന്നു. പണമില്ലാത്ത ഒരുവനെ വീട്ടുകാരും നാട്ടുകാരും എന്തിനേറെ സ്വന്തം ഭാര്യ പോലും വില കുറഞ്ഞവനായി കണ്ട് അവഗണിക്കുന്നു. എന്നാൽ നഷ്ടപ്പെട്ട പണമെല്ലാം തിരിച്ചു പിടിക്കുമ്പോൾ ഇതുവരെ തന്നെ അവഗണിച്ചവരെല്ലാം വീണ്ടും തന്നെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും തുടങ്ങുന്നു. വിചിത്രമെന്ന് തോന്നാമെങ്കിലും ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് പണമില്ലാത്തവനായി സ്വന്തം വീട്ടിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ അവഹേളനം സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വന്യമൃഗങ്ങൾ മേയുന്ന വനാന്തരത്തിൽ ഇലകളും കായ്കനികളും ഭക്ഷിച്ച് വിശപ്പടക്കി വൃക്ഷത്തണലിലെ പുൽത്തകിടിയിൽ ഉറങ്ങി ജീവിതം മുന്നോട്ട് നീക്കുന്നതാണെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ചാണക്യനാണ് ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ചാണക്യൻ്റെ മികച്ച തന്ത്രങ്ങൾ ആധുനിക കാലത്തും പ്രസക്തമാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് ചാണക്യൻ്റെ തന്ത്രങ്ങൾ. തൊഴിൽ, മാർക്കറ്റിംഗ്, ബിസിനസ് തുടങ്ങി ഏത് മേഖലയിലും ചാണക്യൻ പഠിപ്പിച്ച മികച്ച തന്ത്രങ്ങൾ ഉപയോഗിച്ച് വിജയം നേടാവുന്നതാണ്. ഒരു വ്യക്തിയുടെ ശീലം ആ വ്യക്തിയുടെ സാമ്പത്തിക ഉന്നമനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്ന ചാണക്യൻ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ ധനനിയമങ്ങൾ അഥവാ വെൽത്ത് റൂൾസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 6 നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ വെൽത്ത് റൂൾ അഥവാ ധനനിയമത്തിൽ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്ന ചോദ്യം സ്വയം ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരമായി ഇങ്ങനെ പറയുന്നു: എവിടെയാണോ വിഡ്ഢികൾ ആദരിക്കപ്പെടാത്തത്, എവിടെയാണോ ക്ഷാമകാലത്തേക്ക് കൂടി ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത്, എവിടെയാണോ ഭാര്യാഭർത്താക്കന്മാർ സ്വയം കലഹിക്കാത്തത്, അവിടെയെല്ലാം ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെടുന്നുവെന്ന് ചാണക്യൻ അഭിപ്രായപ്പെടുന്നു. ഇവിടെ വ്യക്തികളുടെ ജീവിത ശൈലിയുമായി ധനസമ്പാദനത്തെ ചാണക്യൻ ബന്ധപ്പെടുത്തുകയാണ്. എവിടെയാണോ വിഡ്ഢികൾ ആദരിക്കപ്പെടാത്തത് എന്ന് പറയുന്നതിലൂടെ പണ്ഡിതന്മാരെയാണ് ആദരിക്കേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു. കാരണം അറിവ് നേടുന്നതിലൂടെയാണ് ഐശ്വര്യത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. നമ്മൾ അറിവുള്ളവരും ബുദ്ധിമാന്മാരുമാണെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവ് നമുക്കുണ്ടാവുകയുള്ളൂ. വിഡ്ഢികൾ അവരുടെ സമ്പത്തിനെ ആദരിക്കുന്നില്ല. അതിലൂടെ ലക്ഷ്മി ദേവിയോടുള്ള അനാദരവും പ്രകടിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ക്ഷാമകാലത്തേക്ക് കൂടി ധാന്യം സംഭരിച്ചു വെക്കണമെന്ന് പറയുന്നതിലൂടെ എല്ലാ കാലത്തേക്കുമുള്ള ഭക്ഷണം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കലഹം സ്വാഭാവികമാണ്. എന്നാൽ പരിധിക്കപ്പുറത്തേക്ക് അത് പോകുന്നതിനെതിരെ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ വിലയേറിയ സമയവും ഊർജവും പരസ്പരം വഴക്കടിച്ച് പാഴാക്കി കളയുന്ന വീടുകളിൽ ഐശ്വര്യം നിലനിൽക്കില്ല. അതുകൊണ്ട് ലക്ഷ്മി ദേവിയും അവിടെ നിന്ന് അകന്നു നിൽക്കുന്നു. ശാന്തവും ക്രിയാത്മകവുമായ ചിന്തകൾ നിലനിൽക്കുന്ന ഒരു ഗ്രഹാന്തരീക്ഷം ധനസമ്പാദനത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ചാണക്യൻ ഈ നിയമത്തിൽ പറയുന്നത്. രണ്ടാമത്തെ വെൽത്ത് റൂളിനെയും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചാണക്യൻ പറയുന്നു: വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നവരും പല്ലുകൾ വൃത്തിയാക്കാത്തവരും അമിതമായി ആഹാരം കഴിക്കുന്നവരും പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരും സൂര്യോദയത്തിന് ശേഷവും ഉറങ്ങുന്നവരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൽ നിന്നും അകന്നു പോകുന്നു. വസ്ത്രശുദ്ധിയുടെയും ശരീരശുദ്ധിയുടെയും വാക്ശുദ്ധിയുടെയും പ്രാധാന്യം എടുത്തു പറയുന്നതോടൊപ്പം അമിതമായി ഭക്ഷണം കഴിച്ചും സൂര്യോദയത്തിന് ശേഷവും ഉറങ്ങിയും മോശമായ ശീലം പിന്തുടർന്നവർക്ക് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്യുന്നു. സൂര്യോദയത്തിന് ശേഷം ഉറങ്ങുന്നത് നല്ലതല്ല എന്ന് മുതിർന്നവർ പറഞ്ഞ് നാമൊക്കെ കേട്ടിട്ടുണ്ട്. ചാണക്യനും ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നവർക്ക് മാത്രമേ ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അനാരോഗ്യം നമ്മുടെ സമ്പത്തിനെ ക്ഷയിപ്പിക്കുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് ചികിത്സയ്ക്കായി പണം ചിലവാക്കേണ്ടിയും വരുന്നു. മൂന്നാമത്തെ വെൽത്ത് റൂളിൽ ചാണക്യൻ പറയുന്നു: അധാർമികമായി സമ്പാദിക്കുന്ന ധനം 10 വർഷക്കാലം നിലനിന്നേക്കാം. 11ാമത്തെ വർഷം മുതലും പലിശയും അടക്കം നഷ്ടപ്പെടുന്നു. ഇന്ന് സമൂഹം ചിന്തിക്കുന്നത് ഏത് രീതിയിലും പണമുണ്ടാക്കണം എന്നാണ്. സത്യസന്ധമായും അധ്വാനിച്ചും പണമുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ചാണക്യൻ ഈ നിയമത്തിൽ ഊന്നിപ്പറയുകയാണ്. അധാർമികമായി സമ്പാദിക്കുന്ന ധനത്തെ വൃത്തികെട്ട പണമായി ചാണക്യൻ വിലയിരുത്തുന്നു. അങ്ങനെയുള്ള പണത്തെ മഹത്വവൽക്കരിക്കരുത്. കാരണം അത് ദീർഘനാൾ നിലനിൽക്കില്ല. കുറച്ച് സമ്പാദിച്ചാലും മതി. സത്യസന്ധമായി സമ്പാദിക്കുക. അധാർമികമായി സമ്പാദിച്ച സ്വത്ത് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കും.
അങ്ങനെ സമ്പാദിച്ച ധനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായി നമ്മളെ മാറ്റിയാലും അത് നമുക്ക് സമ്പാദിക്കുന്നത് അശാന്തി മാത്രമായിരിക്കും. കാരണം നമ്മുടെ ശിഷ്ടജീവിതം നിയമത്തെ ഭയന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ദീർഘകാലം കൊണ്ടാണെങ്കിൽ കൂടിയും സത്യസന്ധമായി ധനം സമ്പാദിക്കുക. 4-ാമത്തെ വെൽത്ത് റൂളിൽ ചാണക്യൻ പറയുന്നു, പണസമ്പാദനത്തിനായുള്ള നമ്മുടെ തന്ത്രങ്ങളെക്കുറിച്ച് ആരോടും മുൻകൂട്ടി വെളിപ്പെടുത്തരുത്. അത് നമ്മളെ വലിയ അപകടത്തിൽ കൊണ്ട് ചാടിക്കും എന്നാണ് ചാണക്യൻ പറയുന്നത്. അതുകൊണ്ട് ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിനെ പിന്തുടരുക. ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി നാം പിന്തുടരുന്ന തന്ത്രം ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ രഹസ്യമാക്കി വെക്കുക എന്നാണ് ചാണക്യൻ പറയുന്നത്. 5-ാമത്തെ വെൽത്ത് റൂളിൽ ചാണക്യൻ പറയുന്നു, ദരിദ്രനെന്നോ ധനവാനെന്നോ വ്യത്യാസമില്ലാതെ മഴക്കാലത്തേക്ക് കൂടി ധനം സൂക്ഷിച്ചു വെക്കുക. കാരണം മഴക്കാലത്ത് പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. ജീവിതത്തിൽ നല്ല കാലവും മോശം കാലവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ചാണക്യൻ ഇവിടെ നൽകുന്നത്. മോശം കാലത്തെ നേരിടാൻ കൂടി നാം തയ്യാറായിരിക്കണം. അതിനായി പണം മിച്ചം വെക്കാൻ ചാണക്യൻ നമ്മെ ഉപദേശിക്കുന്നു. ധനികർ പോലും അവരുടെ ധനം എല്ലാ കാലവും നിലനിൽക്കുമെന്ന് കരുതരുത്. ഇനി നമുക്ക് 6-ാമത്തെയും അവസാനത്തേതുമായ വെൽത്ത് റൂളിലേക്ക് കിടക്കാം. ഈ നിയമത്തിൽ ചാണക്യൻ സമ്പാദ്യശീലത്തോടൊപ്പം ദാനശീലത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുകയാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ധനം കുന്നുകൂട്ടി വെക്കാതെ അർഹരായവർക്ക് കൂടി അത് വിതരണം ചെയ്യുക. ബാലിയെയും വിക്രമാദിത്യനെയും കർണനെയും പോലുള്ളവർ ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നത് അവരുടെ ദാനശീലത്തിൻ്റെ പേരിലാണ്. തേനീച്ചകൾ വിതരണം ചെയ്യാതെ കൂട്ടിവെക്കുന്ന തേൻ ഒരു നാൾ നഷ്ടപ്പെടുന്നു. അതുപോലെ അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യാതെ ധനവാന്മാർ കുന്നുകൂട്ടി വെക്കുന്ന ധനവും ഒരു നാൾ നഷ്ടപ്പെടുമെന്ന കാര്യം ചാണക്യൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു.